കാതുകൾ അനവധി തുളക്കാൻ പടച്ചവൻ പറഞ്ഞിട്ടുണ്ടോ? അതിലൊരു കൂമ്പാരം സ്വർണ്ണമിടാൻ പടച്ചവൻ പറഞ്ഞിട്ടുണ്ടോ? ഈ കാതുകൾ അനവധി തുളക്കാൻ പടച്ചവൻ പറഞ്ഞിട്ടുണ്ടോ? അതിലൊരു കൂമ്പാരം സ്വർണ്ണമിടാൻ പടച്ചവൻ പറഞ്ഞിട്ടുണ്ടോ? പണ്ടിബ്രാഹിം നബിയുടെ ഭാര്യ കാതു തുളച്ചത് ഒന്നല്ലേ? അന്നത് 2-ൽ പൊന്നണിയിച്ചു, ഇന്നത് 20-ൽ വന്നില്ലേ? വദനം പല പല തുളയാക്കി പണ്ടങ്ങൾ അണിയല്ലേ? നിങ്ങൾ വേദന തിന്നും കുഴി തോണ്ടി ഭർത്താവിനെ വീട്ടല്ലേ? മുത്തുനബിയുടെ ഓമനപുത്രി ഫാത്തിമ ബീവി പൊന്നണിഞ്ഞോ? 30 ജൂസുള്ള ഖുർആൻ തന്നിൽ സ്ത്രീധനം പൊന്ന് പറഞ്ഞിട്ടുണ്ടോ? പല പല നിയമം ഉണ്ടാക്കി അതിൽ നീതി മരിച്ചില്ലേ? നിങ്ങൾ പൊന്നാഭരണ പണികൾ കണ്ട് ശാന്ത മുഴുക്കല്ലേ? ഉണ്ട് ചിലർ പുതുനാരികൾക്കായി പണ്ടങ്ങൾ അനവധി പണിതിടുവാൻ കൊണ്ട കടങ്ങൾ കടിമകളായി തെണ്ടിടുന്നു, ചിലർ മണ്ടിടുന്നു. പതിവുകൾ പലതും തെറ്റിടുവാൻ സമയം വൈകിയല്ലോ. പുരുഷന് 10,000 തുക നൽകാൻ പടച്ചവൻ പറഞ്ഞിട്ടുണ്ടോ? ഈ കാതുകൾ അനവധി തുളക്കാൻ പടച്ചവൻ പറഞ്ഞിട്ടുണ്ടോ? അതിലൊരു കൂമ്പാരം സ്വർണ്ണമിടാൻ പടച്ചവൻ പറഞ്ഞിട്ടുണ്ടോ? പറയട്ടെ ഒരു ദിനം ഞാനും കോഴിക്കോട്ട് പോയി വരുമ്പോൾ കണ്ടൊരു വാർത്ത കേൾക്കണ്ടേ? മാറിലും ഇന്നും പതക്കവും കെട്ടി ഒരു നാരി മാളിക മുകളിൽ നിന്നിട്ടെന്നെ മാടിയേ. പറയട്ടെ ഒരു ദിനം ഞാനും കോഴിക്കോട്ട് പോയി വരുമ്പോൾ കണ്ടൊരു വാർത്ത കേൾക്കണ്ടേ? കസവിന്റെ കരവച്ച നിറമുള്ള തുണിയും പല പല പണിയുണ്ട്, തുണിയിന്മേൽ പലതുണ്ട്. പുഞ്ചിരി തൂകണ പൂങ്കുയിലാണവൾ, ദുനിയാവിൽ ദീനത്തുള്ളൊരു സുന്ദരിയാണവൾ. കുറെ നേരം കഴിഞ്ഞു ഞാൻ മാളിക മുകളിൽ കയറി, അവിടുള്ള ചന്ദന കട്ടിലിൽ ഞാനിരുന്ന്. എന്തൊരു സുന്ദര മന്ദിരമാണിത്, അവളുടെ സ്വർഗീയ സുന്ദര മന്ദിരമാണിത്. പറയട്ടെ ഒരു ദിനം ഞാനും കോഴിക്കോട്ട് പോയി വരുമ്പോൾ കണ്ടൊരു വാർത്ത കേൾക്കണ്ടേ? ൂരും പേരും ചോദിച്ചവൾ പല കഥ പറഞ്ഞു, ഇടറിയ സ്വരത്തിൽ ഞാൻ മറുപടി പറഞ്ഞു. അങ്ങനെ ഞങ്ങളിരിക്കണ നേരത്ത് ചന്തയിൽ നിന്നു തിരിഞ്ഞു മറിഞ്ഞെത്തി. പറയട്ടെ ഒരു ദിനം ഞാനും കോഴിക്കോട്ട് പോയി വരുമ്പോൾ കണ്ടൊരു വാർത്ത കേൾക്കണ്ടേ? പകലുരുട്ടി 14 മനസ്സ്
മനസ്സാകെ കിടുകിട വിറച്ച് ഹുസൻ എന്നെ പിടിച്ചിട്ട് നടുപുറത്തിടിച്ച് അവിടെ നിന്നുരുണ്ടു ഞാൻ നിലത്ത് വന്നുറച്ച് എന്തൊരു വേദന ഇത് കാലാകാലം ഓർമ്മയിൽ വെക്കാൻ പറ്റിയ ഘട്ടമിത് എന്തൊരു വേദന ഇത് കാലാകാലം ഓർമ്മയിൽ വെക്കാൻ പറ്റിയ ഘട്ടമിത് കേട്ടില്ലേ പണ്ടൊരിക്കൽ ഞാനും കോഴിക്കോട്ട് പോയി വരുമ്പോൾ പറ്റിയ സംഗതി കേട്ടില്ലേ